നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഏറ്റവും നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇ ഡി ആക്രമണ കേസിൽ തിരുവനന്തപുരത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ നടന്ന ആക്രമണം അടക്കം ഇ ഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ നേതാക്കൾ ചേർന്ന് ആക്രമിച്ച അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഇപ്പോൾ കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുന്നു. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് അത് വളരെ വ്യക്തമായി ഏതൊക്കെ CPM നേതാക്കന്മാരാണ് അവിടെ പ്രേരണക്കുറ്റം പ്രവർത്തകരെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് എന്ന ഇ ഡിയുടെ ആ ഒരു കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം അതിൽ പെടുന്ന ഏതൊക്കെ നേതാക്കന്മാരാണെന്നൊക്കെ ഇനി വളരെ വ്യക്തമായി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനാകും. എന്തൊക്കെയാണ് പുതിയ വളരെ അസാധാരണമായ ഒരു സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണഗതിയിൽ ജാമ്യാപേക്ഷ വരുമ്പോൾ ഇത്തരം വിഷയങ്ങളൊന്നും അങ്ങനെ പരിഗണിക്കാറില്ല. വളരെ നോർമലായി എത്ര സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. താനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലൊക്കെ ആണെങ്കിലും ചില ദൃശ്യങ്ങളൊക്കെ ചാറ്റൊക്കെ ഇല്ല, ചാറ്റൊക്കെ കോടതി പരിശോധിച്ചിരുന്നു. അപ്പോൾ അത് ഈ സ്ക്രീനിലിട്ടാണ് പരിശോധിക്കുന്നത്. ചില ജാമ്യാപേക്ഷകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഭാരത് ലൈവുമായി ബന്ധപ്പെട്ട ഒരേ ഒരു കേസാണ് ഭാരത് ലൈവിനുണ്ടായിരുന്നത്. ആ കേസിൽ അവർ രണ്ടുപേരും ഇപ്പം നമ്മുടെ സ്ഥാപനത്തിലില്ല. ആ കേസിൽ ഇതേപോലെ തന്നെ ദൃശ്യങ്ങൾ പരിശോധിച്ച ഒരു സംഭവമുണ്ട്. എന്തായിരുന്നു വാർത്ത എന്ന് കോടതി വിശദമാക്കാൻ വേണ്ടി പരിശോധിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ ഇ ഡി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അന്ന് സാധാരണഗതിയിൽ CPM ഏതെങ്കിലും കേസിലൊക്കെ പെട്ടാൽ അവർ യഥാർത്ഥ നേതാക്കന്മാരെയൊക്കെ മാറ്റിയിട്ട് ഏതെങ്കിലും ഡെമ്മി പ്രതികളെയൊക്കെ കൊടുക്കാറുണ്ട്. അത് സ്വാഭാവികമായി അതുകൊണ്ടാണ് പലപ്പോഴും കേസുകൾ തെളിയാത്തത്. അതിനുള്ള കാരണമാണ് ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിലൊരു കൊലപാതകം TP ചന്ദ്രശേഖരനെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ആ കൊലപാതകത്തിൽ പങ്കെടുത്ത പ്രതികളെ പിടിക്കുകയായിരുന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ഒരു കേസ് ഉണ്ടായാലും രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ ഈ കേസുമായി പുലബന്ധം പോലും ഇല്ലാത്ത കുറേ ആൾക്കാരെയാണ് കേസിൽ പലപ്പോഴും ശിക്ഷിക്കാൻ അല്ലെങ്കിൽ കേസിൽ പലപ്പോഴും പ്രതികളാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ബന്ധമില്ലല്ലോ. CPMകാരാണ് എന്ന് മാത്രമാണ്. അവരുടെ വീടും കുടുംബവും ഒക്കെ ഏറ്റെടുത്ത് അവർക്ക് വീട്ടിൽ വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുത്ത് ചില നേർച്ചക്കോഴികളെ ഇങ്ങനെ അയക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേസ് നടക്കുമ്പോൾ ഒരു തരത്തിലും ഇത് തെളിയിക്കാൻ കഴിയില്ല. കേസിൽ ഇവർ ആദ്യം FIR ഇടുന്നു, പോലീസ് അന്വേഷിക്കുന്നു, പോലീസിന് അന്വേഷണ ശേഷം കോടതിയിലെത്തുമ്പോൾ ഇവരുമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് കേസ് തള്ളിപ്പോ. പലപ്പോഴും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെയാണ് പലപ്പോഴും രക്ഷപ്പെടുന്നത്. ഇപ്പൊ ഇവിടെയും സമാനമായ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ IP ബിനുവിനെ അടക്കം പ്രതി ചേർക്കാതിരിക്കാനുള്ള നീക്കങ്ങളുണ്ടായി. സോഷ്യൽ മീഡിയ ശക്തമായതുകൊണ്ടും വലിയ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് IP ബിനുവിനെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറിയത്. ഇല്ലെങ്കിൽ IP ബിനുവിനൊക്കെ ഇവർ മാറ്റിക്കഴിഞ്ഞേനും പാർട്ടി ഓഫീസിലേക്കും മറ്റും ഒളിപ്പിച്ച് ഇങ്ങനെ ഒരാളില്ല എന്ന് വരുത്തി തീർത്ത് IP ബിനുവേ അല്ല അതെന്ന് വേണം പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയുടെ ശക്തി കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഇവരുടെ ഓരോരുത്തരുടെയും ഇൻവോൾവ്മെന്റ് മനസ്സിലാക്കാനുള്ള കോടതി വ്യക്തമായി തന്നെ ഇവരുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വാദം നടക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ സെഷൻസ് കോർട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ജില്ലാ കോടതി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ശക്തമായി തന്നെ കേസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇ ഡി ആക്രമിച്ച കേസായതുകൊണ്ട് ഇതിൽ ഗൗരവം കൂടുതലാണ്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇവരുടെ ഗൂഢാലോചനയെ സംബന്ധിച്ചും നേതാക്കന്മാർ അവിടെ എത്തിയതിനെ സംബന്ധിച്ചും ഒക്കെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അത്തരത്തിലേക്ക് മുമ്പോട്ട് പോയില്ല. ഏതായാലും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ പഴയ പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമാണ് അത് വ്യക്തമാക്കുന്നത്. കാരണം ഇ ഡി ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നത് ഞങ്ങളെ ഇ ഡി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനായിരുന്നു ശ്രമം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അവിടെ കൂടി നിന്ന CPM നേതാക്കന്മാരുടെ ഗൂഢാലോചന ഇതിലുണ്ട്. അതേപ്പറ്റി കൂടി അന്വേഷിക്കണമെന്ന് ഇ ഡി കോടതിയിൽ ഒരു തീർച്ചയായും ആ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ വ്യക്തവും കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാലോ, പിണറായി വിജയന്റെ മകളെ ആണെങ്കിലും പിണറായി വിജയനെ ആണെങ്കിലും ഇ ഡി ചോദ്യം ചെയ്യാൻ വന്നാൽ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഇ ഡി വരുമ്പോൾ അന്വേഷണം നടത്താനുള്ള സംവിധാനം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് പിണറായി വിജയനെ ഇരയാക്കുകയാണെന്ന് ഇരവാദം മുഴക്കാനുള്ള കാര്യമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് അറിയില്ല, ഇവരുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അത്തരമൊരു നീക്കത്തിലേക്ക് പോയി ഇ ഡി ആക്രമിച്ചാൽ അല്ലെങ്കിൽ ഇ ഡിയെ പേടിപ്പിച്ചയക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അകത്തെന്ത് നടക്കും എന്നുള്ള പുറത്തറിയില്ല. ഇ ഡി ആണ്, കേരള പോലീസ് അല്ല. അതുകൊണ്ട് തന്നെ വളരെ പഴുതടച്ച ചോദ്യം ചെയ്യലാണ്. അപ്പൊ അകത്ത് ആരെയാണ്? പിണറായി വിജയനെയാണോ, അതോ വീണയാണോ, അതോ വേറെ ആരെങ്കിലും ഉണ്ടോ, അതോ പിണറായി വിജയന്റെ ഭാര്യ വീണയുടെ അമ്മ കമലയാണോ? ഇവരാരെയാണ് ചോദ്യം ചെയ്യുന്ന ഒരു പിടുത്തമില്ല. പക്ഷെ അങ്ങോട്ടേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ കയറി എങ്കിൽ പിന്നെ ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമൻ. അങ്ങനെ നേരെ അല്ല ഈ നേതാക്കൾ വിചാരിച്ചത് പിണറായി വിജയനെ അവിടെ പിടിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു. ഇവർക്കറിയാം എന്തെങ്കിലും ഒരു നാൾ ഈ ഇ ഡി കേസെടുത്ത് കഴിഞ്ഞാൽ പിണറായി വിജയൻ അടക്കം എത്തും. പക്ഷേ ഇ ഡി വന്നത് വീണ വിജയനെ ഏതായാലും ശശിധരൻ കർത്ത എന്ന് പറയുന്ന ഒരാൾ
ഒരു കാരണവശാലും പണം നൽകിയിട്ടുള്ളത് വീണയുമായിട്ടുള്ള ഡീലിലല്ല എന്ന് ഏത് കൊച്ചു കുട്ടികൾക്കും കേരളത്തിലുണ്ട്. അതിന്റെ പിന്നിൽ പിണറായി വിജയനാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. വീണ ഒരു ഇടനിലക്കാരി, അത് ആ പണം സ്വീകരിക്കുന്ന ഒരു ഇടനിലക്കാരി എന്നതിനപ്പുറത്തേക്ക് ഒരു ബാങ്ക് ചെയ്യുന്ന പണം റിസീവ് ചെയ്യുന്നു, അത് പിണറായി വിജയന്റെ ആവശ്യം വീണയ്ക്ക് തന്നെയാണ് കിട്ടുന്നത്, അച്ഛനും മകളും ആയതുകൊണ്ട് എന്നതിനപ്പുറത്തേക്ക് അല്ല കാര്യങ്ങളെന്ന് നമുക്ക് എവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ആ കേസിന് ശേഷം മാധ്യമങ്ങളിലുണ്ടായ ഒരു വ്യത്യാസം, അത് എങ്ങനെയാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പിണറായി വിജയൻ പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ആ കേസിന് ശേഷം അന്ന് മുതൽ വീണ വിജയൻ എന്നത് വീണ ടി ആയി, തായ്ക്കണ്ടിയായി, തായ്ക്കണ്ടി ഇപ്പൊ വീണ ടി ആയി. വീണ ടി എന്ന റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ മുതലാണ് ഞാൻ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ എല്ലായിടത്തും വീണ ടി ആയി. ഇപ്പൊ വീണ ടി മാത്രമാണ്. അപ്പൊ അതിൽ നിന്ന് മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന് പിണറായി വിജയന് ബോധ്യമായിട്ടുണ്ട്. പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണെന്ന് നമുക്കും ബോധ്യമാകുന്നു എന്നുള്ളതാണ്. ഇവിടെ മാധ്യമങ്ങൾ ചെയ്തു കൊടുത്തൊരു ഉപകാരമാണ് അത് വീണ. പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്താലും പിണറായി വിജയന്റെ മകളാണ് വീണ എന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. ശശിധരൻ കർത്തയുടെ കൂട്ടുപ്രതിയായ ആൾ വീണ വിജയൻ എന്ന് പറയുന്ന ആൾ പിണറായി വിജയന്റെ മകളാണെന്ന് നിങ്ങൾ എത്ര ടി വെച്ച് പറഞ്ഞാലും മനുഷ്യർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വളരെ കൃത്യമായി തന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രാഷ്ട്രീയ നീക്കമാക്കി പിണറായി വിജയനെ ഇഡി വേട്ടയാടുന്നു, BJP വേട്ടയാടുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കാനും അത്തരത്തിലുള്ളൊരു നീക്കം നടത്താനുമുള്ള കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ജോൺ ബ്രിട്ടാസ് വന്ന് എന്താണ് അകത്ത് നടത്താൻ കയറി നോക്കാനുള്ള ഒരു നീക്കമൊക്കെ നടത്തി, ഇഡി അത് തടയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെയാണോ ചോദ്യം ചെയ്യുന്നത്, വീണ വിജയനെയാണോ എന്നുള്ള തരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നില്ല. വീണ വിജയനെ ചോദ്യം ചെയ്താലും ആലോചിച്ച് നോക്കും, വീണ വിജയൻ യഥാർത്ഥത്തിൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ പിണറായി വിജയന്റെ അഡ്രസ്സിലെങ്കിലും എനിക്ക് തോന്നുന്നില്ല AKG സെന്ററിന്റെ അഡ്രസ് ഉണ്ടെന്ന്. വീണ വിജയന്റെ അഡ്രസ്സിൽ കമ്പനിയുടെ അഡ്രസ് AKG സെന്ററിന്റെ അഡ്രസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ വിജയനെ അറസ്റ്റ് ചെയ്താലും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താലും ഒക്കെ ഇത് തന്നെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ ഇഡിയുടെ തലയിൽ കയറാൻ പോകാത്ത, ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഇഡിയുടെ തലയിൽ കയറാൻ പോകാത്തത് ആദ്യത്തെ കേസിന്റെ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇഡി ആക്രമിച്ച എന്താണ് സംഭവിക്കുക. അല്ലെങ്കിൽ അവിടെ കൊച്ചിയിലും അതാ തീർച്ചയായിട്ടും ഉപരോധിച്ചേനെ. അപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും വളരെ നല്ല പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കാണ് കോടതി പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോരുത്തരുടെയും ഇടപെടലുകൾ ഇനി ഇതിൽ ആരെങ്കിലും പ്രതികൾ അല്ലെങ്കിൽ കോടതിക്ക് ചോദിക്കാം, പ്രോസിക്യൂഷന് ചൂണ്ടിക്കാട്ടാം എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രോസിക്യൂഷന് ചൂണ്ടിക്കാട്ടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇഡിയുമായി ബന്ധപ്പെട്ട കേസിന്റെ നടപടികൾ കുറച്ചുകൂടി പുരോഗമിക്കുന്നുണ്ട്. ഇഡിയുമായി ബന്ധപ്പെട്ട കേസിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടി വരും. കോടതി ഈ വിഷയങ്ങൾ നിരീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ കേരള പോലീസിന് തീർച്ചയായിട്ടും പിണറായി വിജയനെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ രക്ഷിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് ഈ കഴിഞ്ഞ മെയ് 17-ാം തീയതി പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ ഈ ആക്രമണം ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കുന്ന ആ സമയത്ത് പോലീസിന്റെ ഒരു DCPയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ലീവിലായിരുന്നു. അപ്പോൾ അവിടെ പോലീസ് അതിനെ തടയാൻ കാര്യമായ സന്നാഹങ്ങളൊന്നും ഒരുക്കിയിരുന്നില്ല. എന്നിട്ടും ഇഡി കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അവിടെ പോലീസിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഇഡിക്കാർക്ക് തെറ്റിയത് 1-2 പോലീസേ ഉണ്ടായിരുന്നു. സാധാരണ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു സമരം നടക്കുമ്പോഴൊക്കെ അല്ല പോലീസുകാർ അത് വീഡിയോ എടുക്കും, പോലീസ് ക്യാമറമാർ വന്ന് ചിത്രീകരിക്കും. ഇവിടെ അതുണ്ടായില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് ശേഷം പോലീസ് എല്ലാ വാർത്താ ചാനലുകളിലും ചെന്നിട്ട് സംഘം ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോടതി നേരിട്ട് കാണാൻ. അതായത് 26 പ്രതികളുണ്ട്. അതിൽ 1 മുതൽ 12 വരെയുള്ളവരാണ് ജാമ്യാപേക്ഷയ്ക്ക് ഇപ്പൊ 2 ഘട്ടമായിട്ട് മൂവ് ചെയ്തു. ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയത് പഴയ SFI നേതാവ് പ്രോസിക്യൂട്ടർ ആയിരിക്കുന്നു, പ്രോസിക്യൂട്ടർ അയഞ്ഞു കൊടുക്കുന്നു. ആലോചിച്ച് നോക്കൂ, അവർക്ക് അവരുടെ ആ ജോലിയോടുള്ള എത്തിക്സ് പോലും മാറ്റിവെച്ച് ഒരു അന്തം കമ്മിയായി അവർ പെരുമാറുന്നു. സത്യത്തിൽ ഗീനാകുമാരിയോട് പറയാനുള്ളത്, ഗീനാകുമാരിയുടെ അത്രയും അടിയും വഴക്കുമൊന്നും കൊണ്ടില്ലെങ്കിലും ഞങ്ങളുമൊക്കെ ഇതേപോലെ സംഘടനാ പ്രവർത്തനം ചെയ്ത ഒരു ABVPയുടെ ദേശീയ തലത്തിലെത്തിയ ഒരാളാണ് ഞാൻ. ദേശീയ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പക്ഷെ ഒരിക്കലും ഇപ്പോൾ BJPയോ അല്ലെങ്കിൽ സംഘപരിവാറോ ബന്ധപ്പെട്ട് ഇത്തരം അന്ധമായ വിഷയങ്ങളിൽ എൻ്റെ ജോലിയിൽ വെള്ളം ചേർത്തുകൊണ്ട് ഞാൻ പ്രവർത്തിക്കില്ല. ഞാൻ പലപ്പോഴും BJPക്കെതിരെ വാർത്ത ചെയ്തിട്ടുണ്ട്. BJP കാണിക്കുന്ന ഏതെങ്കിലും പ്രവണതകൾക്കെതിരെ തീർച്ചയായും ഞാൻ ശബ്ദം ഉയർത്താറുണ്ട്. അത് എന്നിലെ എൻ്റെ ജോലിയോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്. ഇവിടെ നോക്കൂ, ഒരു പ്രോസിക്യൂട്ടർ സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ ചെയ്തത് എന്താണ്? അന്തം കമ്മിയുടെ പ്രവർത്തനം നടത്തി എന്നിട്ട് സ്റ്റേറ്റിന് വേണ്ടി നിൽക്കാതെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടു ഒരു
ഒരു തീർത്തും ഒരു അന്തംഗമ്മിയുടെ പണിയെടുത്തു എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരുടെ, ഞാൻ പറയുന്നതുണ്ടല്ലോ, ഇത് കേസിന് പോയി ഇവരുടെ സന്നദ്ധ ഇല്ലാതാക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും പാർട്ടിയോട് കൂടോ പ്രവൃത്തിയോ ചെയ്യുന്ന കാര്യമോ ചെയ്യാം. പക്ഷേ ഇത് സംസ്ഥാനത്തിന് വേണ്ടി ഒരു പ്രോസിക്യൂട്ടർ എന്ന പദവി വഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നിന്ന് അവരുടെ സന്നദ്ധ ഇല്ലാതാക്കണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറയാനുള്ളത്. അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അവരുടെ ജോലിയിൽ അവർ മണ്ണ് വാരി ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ ലംഘിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വലിയ നീക്കം നടന്നിട്ടുണ്ട്. ED ആക്രമിക്കാനുള്ള നീക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെയും വീണയെയും ഒക്കെ രക്ഷിക്കാൻ നടത്തിയ നീക്കമാണ്. ഇതിൽ വളരെ പ്രാധാന്യമായി നമ്മൾ കാണേണ്ടത് ഇവിടുത്തെ പഴയ MLA-മാർ, MP-മാർ, അതുപോലെ തന്നെ പിന്നെ മന്ത്രിമാരടക്കമുള്ളവർ ഇതിൻ്റെ സൂത്രധാരന്മാരായിരുന്നു എന്നുള്ളതാണ്. VK പ്രശാന്ത് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. VK പ്രശാന്ത്, ആര്യ രാജേന്ദ്രൻ, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ, V ശിവൻകുട്ടി അടക്കമുള്ളവർ അവിടേക്ക് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടാണ് ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇവരെ എല്ലാം ജനങ്ങളുടെ ഇതെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തത, വേറെ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. വീഡിയോ ക്യാമറകളിലൂടെ പുറത്തു വന്നതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇവരുടെ ഫോണും ബാക്കിയുള്ള അന്വേഷണങ്ങളും കൂടി നടത്തിയാൽ ഇവരെ എല്ലാം ഈ ഗൂഢാലോചന കേസിൽ പെടുത്തേണ്ട ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ ജയിലിൽ പോകേണ്ട പ്രതികളാണ് ഇന്ന് നടന്ന് ഈ കുന്തളിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുന്നിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കും ഈ കോർപ്പറേഷനെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കും ഒക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും അവരുടെ അഴിമതികളെല്ലാം പുറത്തു വരും. ഇനി തിരിച്ച് വരാനുള്ള സാധ്യതകളെല്ലാം അടയ്ക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ED ആക്രമിച്ച കേസ് വളരെ ഗൗരവത്തോടെ തന്നെ കാണണം. രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയെ ആക്രമിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുമെന്നുള്ളതാണ്. അത്തരം രാഷ്ട്രീയ പാർട്ടികളെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. തീർച്ചയായിട്ടും ഇതിൽ ജനാധിപത്യപരമായ ഒന്നുമില്ല. ഇതിൽ നിയമപരമായി ഇപ്പം ജനാധിപത്യം ഉണ്ടായിരുന്നേനെയും നിങ്ങൾ ED വരുമ്പോൾ EDയുടെ മുന്നിൽ അന്വേഷണത്തിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം. അല്ലാതെ ED ആക്രമിക്കുന്ന ജനാധിപത്യമാണോ? അത് അക്രമമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്രമം, തീവ്രവാദം ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസി അവരന്വേഷിക്കുന്ന കേസ് ഏതാ? കള്ളപ്പണം വെളുപ്പിച്ചോ എന്നുള്ളതാണ് അന്വേഷിക്കുന്ന കേസ്. ആ കേസിൽ അവരെ തടയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പിണറായി വിജയന്റെ മകളും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കുന്നു എന്ന് തന്നെയാണ്. സംഘടന പേടിക്കുന്നു, CPM പേടിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ് ഈ കേസ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയക്കേണ്ട സാഹചര്യമുണ്ട്. അതിന് രമേശ് ചെന്നിത്തല ഇപ്പോൾ CPM-ന് കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രതികളെ, അതിൻ്റെ ഗൂഢാലോചനയെ അന്വേഷിക്കേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും കോടതിയുടെ മേൽനോട്ടത്തിലെങ്കിലും ഇത് നടക്കുന്നതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും രമേശ് ചെന്നിത്തല യാഥാർത്ഥ്യബോധത്തിലേക്ക് എത്തണം. അന്വേഷണം സുഗമമാക്കണം. അന്വേഷണത്തെ കൃത്യമായ അന്വേഷണം നടത്തണം. ഈ ഗൂഢാലോചന കേസ് കൂടി അന്വേഷിക്കണം. അന്വേഷിച്ചുകൊണ്ട് ഈ പ്രതികളെ എല്ലാം ജയിലിൽ അടയ്ക്കേണ്ട സാഹചര്യമാണുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, അതായത് ഈ 1 മുതൽ 12 പ്രതികൾ 12-ാം പ്രതിയുടെ ജാമ്യാപേക്ഷ മാറ്റിവെച്ചു. ആ 9-ാം പ്രതിക്ക് ജാമ്യം കൊടുത്തത് അത് പ്രോസിക്യൂഷൻ തെറ്റായി കോടതിയിൽ വാദിച്ചതുകൊണ്ടാണെന്നും. അപ്പോൾ ഈ പ്രതികളെല്ലാം അക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ 1 മുതൽ 12 വരെ? കോടതി ആ ദൃശ്യങ്ങൾ പരിശോധിച്ചത് നോക്കും. പിന്നെ മറ്റ് 26 വരെ, 12 മുതൽ 26 വരെ പ്രതികളവിടെ കിടപ്പുണ്ട്. അവരും ഈ അക്രമത്തിൽ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നു നോക്കും. ഇതിന് പുറമെ ED ആവശ്യപ്പെട്ട കാര്യം, ED സത്യവാങ്മൂലം അതുവഴി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് ആക്രമണം നടന്നത്. അത് പ്ലാൻഡ് ആക്രമണമായിരുന്നു. ഈ ആക്രമണത്തിന് അവിടെ നേതാക്കൾ പ്രേരിപ്പിച്ചു പ്രവർത്തകരെ. അവരാണ് പ്രവർത്തകരെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുൻ MLA VK പ്രശാന്ത്, മുൻ MLA V ശിവൻകുട്ടി, മുൻ MLA കടകംപള്ളി സുരേന്ദ്രൻ, പിന്നെ മുതിർന്ന CPM നേതാക്കൾ, സംസ്ഥാന സമിതി അംഗങ്ങൾ, ഒടുവിൽ നമ്മുടെ MP ആയ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഇവരെല്ലാവരും കോടതി അവിടെ പ്രസൻസ് ആണെങ്കിൽ ഇവരുടെ ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഇവരെ അറസ്റ്റ് ചെയ്യാനും ഇവർക്കെതിരെ കേസെടുക്കാനും കോടതിക്ക് നിർദ്ദേശം നൽകാം. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പൊ നിർണായകമായ ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എല്ലാവരും കൂട്ടത്തോടെ ജയിലിൽ പോകും. അതെ, തീർച്ചയായും വർഷങ്ങൾ എടുക്കും തിരിച്ചു വരാൻ, ഒരു സംശയക്കാർ. തീർച്ചയായിട്ടും.